നിങ്ങൾ പ്രണയിച്ചിട്ടുള്ളവരല്ലേ, അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? ഈ ലോകത്ത് പ്രണയിക്കാത്തവരുടെ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു പ്രണയം ഒളിഞ്ഞു കിടപ്പുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയെ പറ്റി ആയിരിക്കും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിലും ഉറക്കത്തിലൊക്കെ ആ വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസവും ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കാം, ആ വ്യക്തിയെ കൂടുതൽ സന്തോഷിപ്പിക്കാം, എപ്പോഴും ആ വ്യക്തികൾക്ക് എങ്ങനെ കൂടുതൽ ആയിരിക്കും, ഇതൊക്കെയായിരിക്കും നമ്മുടെ ചിന്ത എന്നുള്ളത്. ഇതുപോലെ നമ്മോടുള്ള പ്രണയത്തെ പ്രതി നമ്മോടൊപ്പം ആയിരിക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന പിറന്നാളിൻ്റെ ദിനമാണ് ക്രിസ്മസ് എന്നുള്ളത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന, അല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ട ഈശോടൊപ്പം ആയിരിക്കാൻ, അവനെ സന്തോഷിപ്പിക്കാനും അവനെ സ്നേഹിക്കാനും അവൻ്റെ കൂടെ നടക്കാൻ നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സ്നേഹം എന്നുള്ള ഏറ്റവും വലിയ സമ്മാനവുമായാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നത്. ആ സ്നേഹം തന്നെയാണ് ഈശോയെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട ദിനം കൂടിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ സ്നേഹം തന്നെ ഈശോയെ നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ചെറിയൊരു ടാസ്ക് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നമ്മളത് ക്രിസ്മസ് ഫണ്ട് എടുക്കുന്നവരല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ക്രിസ്മസ് ഫണ്ട് എടുത്തിട്ടുണ്ടോ? എങ്കിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്മസ് ഫണ്ട് എടുക്കാം. നമ്മുടെ വീട്ടിൽ അപ്പനെ അമ്മനെ സഹോദരനെ ഒരുമിച്ച് കൂടി നമുക്ക് ക്രിസ്മസ് ഫണ്ട് എടുത്ത് എന്നിട്ട് പാതിര കുർബാനയ്ക്ക് ശേഷം ആരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അവർക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു സമ്മാനം നമുക്ക് പരസ്പരം കൈമാറാം. ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടം പരസ്പരം സ്നേഹിച്ച് ഈശോയുടെ സ്നേഹമായ മുഖം മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ.